നഷ്ടപ്പെടുമ്പോഴും ഭൂമിയിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ശാശ്വതവും ഉത്കൃഷ്ടവുമായതിനു വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണെന്നാണ് ആദിമസഭ ചിന്തിച്ചത്. കർത്താവേ, അതുപോലെ ചിന്തിക്കാനുള്ള അഭിഷേകം അങ്ങനെ മക്കൾക്ക് നൽകണമേ. കർത്താവെ, നീ പറഞ്ഞല്ലോ ഈശോയെ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്. ഇതുപോലെ ലോകം നൽകുന്ന ദുഃഖങ്ങളെ കീഴടക്കാൻ യേശുക്രിസ്തുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെ അങ്ങ് ആത്മധൈര്യപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ സർവീശ്വര ആമേൻ. തിങ്കളാഴ്ച എന്താ പറഞ്ഞത്? ദൈവത്തിന് ഇഷ്ടമുള്ളവരെ മാത്രമേ ദൈവം തൻ്റെ അടുക്കിലേക്ക് വിളിക്കത്തുള്ളൂ. 3:13 അനുസരിച്ചുകൊണ്ട്. അപ്പോൾ വ്യക്തികളെ അങ്ങനെയാണ്, പ്രാർത്ഥന അങ്ങനെയാണ്. എന്താണ്? ഇഷ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം സ്വീകരിക്കണം എന്നർത്ഥം. അപ്പോൾ ഒരു ചോദ്യം വരും. എന്താ ചോദ്യം എന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ ഞങ്ങൾ എന്ത്